അതിപ്പോ ഞങ്ങള് വിതരണ കമ്പനിക്കാർ എന്ത് ചെയ്യും? പഴയതുപോലെ ചകിരിച്ചോറ് കിട്ടുന്നില്ലെന്ന് പറ. പഴയതുപോലെ ചകിരിച്ചോറ് കിട്ടുന്നില്ലെന്ന് പറ. പഴയതുപോലെ ചകിരിച്ചോറ് കിട്ടുന്നില്ലെന്ന് പറ. അല്ല, പഴയതുപോലെ ചകിരിച്ചോറ് കിട്ടുന്നില്ല. ഇച്ചിരി വില കൂട്ടാൻ പറ. നിങ്ങളൊരു കാര്യം ചെയ്യ്, പാക്കറ്റിന് 10 രൂപ വെച്ച് കൂട്ട്. ചവറയില്ലോ? കൊള്ളാം. ചവറ, പന്മന, തേവലക്കര ചകിരി കൊണ്ട് പിഴക്കണം എന്ന് പറഞ്ഞതൊക്കെ പണ്ട്. ഇപ്പോഴൊന്നും അത് നടക്കൂല. ചവറക്കാരുടെ തലച്ചോറൊക്കെ വളർന്ന് അവരൊക്കെ വേറെ ജോലിക്ക് പോകാന്ന് പറ. ചവറക്കാരുടെ തലച്ചോറൊക്കെ ഇപ്പൊ വളർന്ന് ഇപ്പൊ അവര് ടൈറ്റാനിയത്തിലും IRE-ലും ഒക്കെ ജോലിക്ക് കയറി. എന്ത് ചാണക പാക്കറ്റ്? കൊള്ളാം. ഹലോ, അതേ പുല്ല് തിന്നണ പശു വിചാരിച്ചാലേ ചാണകം ഇടാൻ പറ്റൂ, അല്ലാതെ ഞാനും ലോലിതനും വിചാരിച്ചാൽ അത് നടക്കില്ല. നിങ്ങൾ വേറെ ഏജൻസിയെ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കമ്മീഷൻ എന്താ? ആലോചിക്കാനൊന്നുമില്ല സുഹൃത്തെ, ഞങ്ങൾ ഇത് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന. നിങ്ങൾ വേറെ ഏജൻസിയെ നോക്കിയോ, ഇവിടെ ഇഷ്ടം പോലെ ഏജൻസി ഉണ്ടല്ലോ. അത് മതി. ആലോചിക്കാൻ പോയി നമ്മൾ ഇപ്പൊ ഇതിന്റെ കാര്യം എങ്ങനെ? ഈ ബില്ലിന്റെ കാര്യം ഇപ്പം കളിക്കല് 1-2 രൂപയല്ല, 15,000 രൂപയാണ്. അയ്യോ, ആര് തരാനുള്ളത്? തരാനുള്ളതല്ല, നമ്മൾ കൊടുക്കാനുള്ളതാണെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ. ഓർഡർ ചെയ്യാനായിരിക്കും. അതെ. ഈ ജൈവവളം മതി. അതെ. ഏതാ കട? കട എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അതാണ് നല്ലത്. നല്ലതാണ് കാര്യം എന്ന് പറഞ്ഞാൽ കടയാകുമ്പോ നമ്മള് വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. ഇതാകുമ്പോ അതൊന്നും പേടിക്കേണ്ടതിന്റെ ആവശ്യമില്ല. വേണ്ട. പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ചില ഓഫീസർമാർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. കീടനാശിനിക്ക് അപകടകരമാണോ, വള്ളത്തിൽ ഉപ്പുണ്ടോ, മധുരമുണ്ടോ എന്നൊക്കെ. ഇതിപ്പോ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ട് ശരിക്കും? ഇവിടെ എല്ലാ ഐറ്റവും കിട്ടും. ചകിരിച്ചോറ്, പിണ്ണാക്ക് പൊടി, ചാണകപ്പൊടി, ജൈവവളം, പിന്നെ കമ്പോസ്റ്റ്. 3-4 ബ്രാൻഡ് ഉണ്ട്. CM ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ശരി. ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എന്നൊക്കെ പറയണോ? അതിപ്പോ ഞങ്ങളിപ്പോ ഈ വളം നിങ്ങൾ ലോറിയിൽ എത്തിക്കണോ അതോ നിങ്ങൾ വണ്ടി കൊണ്ടുവരുമോ? അതിപ്പോ നിങ്ങള് ആ ലൈസൻസ് ഒന്ന് കാണിക്ക്. ഇവിടെ ലൈസൻസ് വിതരണമില്ല. അല്ല, അതല്ല. ഇപ്പൊ അത് നമ്മൾ ഈ ജൈവവള വിതരണം നടത്താനായിട്ട് ഈ കൃഷി ഓഫീസിൽ നിന്ന് തരുന്നൊരു ലൈസൻസ് ഉണ്ടല്ലോ, അതൊന്ന് കാണിക്ക്. ലൈസൻസ് ഒക്കെ വേണ്ടത് ബാറിനാണ്. ഇത് 5 സ്റ്റാർ ബാർ അല്ല. ഇത് നാറുന്ന വളം വിതരണം ചെയ്യുന്ന ഏജൻസിയാണ്. ആണല്ലേ? നിങ്ങള് ഈ ചാണകവും പാക്കറ്റാക്കിട്ടല്ലേ വിൽക്കണത്? സാറേ, പിന്നെ ചാണകം മേശപ്പുറത്തെടുത്ത് നിരത്തി വെച്ചിട്ട് വിൽക്കാൻ പറ്റും. അത് നല്ല തമാശ. പിന്നെ ഈ ചാരം ഉണ്ടല്ലോ, ചാരം അതും പാക്കറ്റ് ആക്കിട്ടല്ലേ വിൽക്കണേ? പിന്നെ ചാരം വെറുതെ ഇങ്ങനെ നിരത്തിയിട്ട കാറ്റടിച്ചാ പറന്നു പോകില്ല. ഞാൻ എന്തൊരു പൊട്ടലാണ്. നിങ്ങൾ ഭയങ്കര തമാശക്കാരാണ് കേട്ടോ, ഭയങ്കര തമാശക്കാരാണ്. 24 പേജുള്ള ഒരു ഓർഡർ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു പേജ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടാതെ എനിക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ഓരോ സ്ഥാപനങ്ങള് ഇപ്പൊ പറപ്പിക്കും സർക്കാർ, ലൈസൻസ് ഇല്ലാത്തോണ്ടേ. ഞാൻ കൃഷി ഓഫീസറാണ്. ചിരിക്ക്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കുങ്ങള്. ചിരി പറഞ്ഞില്ലേ? കേന്ദ്ര ഫെർട്ടിലൈസർ കൺട്രോളിന്റെ ഉത്തരവ് പ്രകാരം എനിക്കിപ്പോ നിങ്ങളുടെ കട ഇവിടെ വെച്ച് പൂട്ടിക്കാം. കേന്ദ്രത്തിൽ അല്ല, അത് വിടുന്നില്ല. ആവട്ടെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്ക്, എനിക്കൊരു സന്തോഷം കിട്ടാൻ. ചിരിക്കുന്നില്ലേ? എന്താണ് ഭരണ ആൾക്കാരോടെങ്കിലും ഒരു മര്യാദ ഒക്കെ കാണിക്കണ്ടേ? അപ്പൊ സാറ് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ആളായിരിക്കും. മണം അടിക്കുന്ന ചന്ദനത്തിരിയുടെ ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ. അത് പൊട്ടി പൊളിഞ്ഞപ്പോഴാണ് നാറ്റം അടിക്കുന്ന ചാണകപ്പൊടി വിതരണം ആരംഭിച്ചത്. ഈ കട അടപ്പിക്കാൻ സാറ് വിചാരിച്ച നടക്കൊന്നുമില്ല. ഈ കട എപ്പ അടയ്ക്കണം, എപ്പ തുറക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ, ഈ ജൈവവളം വിതരണം നടത്തണവരെയും അത് സ്റ്റോക്ക് ചെയ്യണവരെയും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അത് കച്ചവടം ചെയ്യണ ആൾക്കാരനെ വരെ പിടികൂടാനും ശിക്ഷിക്കാനും വരെയുള്ള അവകാശവും അധികാരവും ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? CM ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. രണ്ടാളും കൂടി പറഞ്ഞ കാരണം വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പൊ എന്താ രണ്ടാളും തമാശയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ വഴക്കായോ?
ഇതിലൊക്കെ പറഞ്ഞ് ചിരിക്ക്, നേരം പോട്ടെ. അപ്പോഴേ നിങ്ങൾ തമാശക്കാർ രണ്ടാളും കൂടി ഒരു കാര്യം ചെയ്യണം. ഈ സ്ഥാപനം പൂട്ടിയിട്ട് അതിൻ്റെ താക്കോലായിട്ട് കൃഷിഭവൻ വരെ ഒന്ന് വരണം. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ ജില്ലാ കൃഷിഭവൻ വരെ പോയിട്ട് അവിടുത്തെ ഓഫീസർ ഒപ്പിട്ടിട്ട് തിരിച്ചു വരുന്നവരെ ഈ സ്ഥാപനം തമാശക്കാർ തുറക്കാൻ പാടില്ല. അല്ല സാറേ, അപ്പൊ അതുവരെ ഇവിടെ പാക്കറ്റിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് പൂത്തു പോകില്ലേ? പൂത്തു പോവും. ഇല്ലാതെ തന്നെ ഇവിടെ നാറ്റം സഹിക്കാൻ പറ്റും. നാറ്റം സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ നാറ്റം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തമാശക്ക് ഒരു കുറവുമില്ല. അപ്പൊ നാറ്റം കൂടി ഇല്ലെങ്കിലോ? ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കണതിന് മുമ്പ് ആലോചിക്കണ്ടേ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം അത് വേണ്ടേ? അപ്പൊ ചിലതൊക്കെ പൂത്തു പോവും. അങ്ങനെ പൂത്തു അലയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയൊക്കെ വരും. അപ്പൊ എന്നാ ശരി കേട്ടോ, പറഞ്ഞ പോലെ അവിടുന്ന് കാണാം. തമാശക്ക് വേണം എപ്പോഴും കേട്ടോ. അവിടെ വരുമ്പോഴും കുറച്ച് തമാശക്ക് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈസൻസ് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ചെയ്യാവുന്നു. ലൈസൻസ് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കണം. ഇവിടെ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരൂലേ? ആൾക്കാരെ ഞാൻ ഇങ്ങനെ ആരെ മുമ്പിൽ നാണം കെട്ടിട്ടില്ല കേട്ടാ. ഈ ബില്ലിന്റെ കാര്യത്തിൽ ഈ ബില്ലിന്റെ തേങ്ങ കൊല. മിക്കവാറും ഈ ബിസിനസ്സും പൂട്ടും. അയാൾ പറഞ്ഞിട്ട് പോയായിട്ടില്ലേ പൂട്ടിക്കൊന്നും. ഇത് ജൈവവള വിതരണ കമ്പനി ആണെങ്കിലേ പൂട്ടിക്കോളൂ. റബ്ബർ കുരു ചതച്ച് പാക്കറ്റിലാക്കിയിട്ട് അകത്തും പുറത്തും വേപ്പെണ്ണ സ്പ്രേ ചെയ്തിട്ട് വേപ്പും പിണ്ണാക്കെന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്രയോ കമ്പനികളെ നാം കണ്ടിരിക്കുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോ ചെയ്യുന്ന എന്താണ്? എല്ലുപൊടി പാക്കറ്റിനകത്ത് എല്ലുപൊടിയും കല്ലും മണലും മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയല്ലേ. അവർക്കില്ലാത്ത പ്രശ്നമാണ് പിന്നെ നമുക്ക്. ചുമ്മാ ഇടണം. പ്രശ്നം വരുമ്പോ ഒറ്റയ്ക്ക് നേരിട്ടാ മതി. ആ ബില്ല് ശരിയാക്കി എടുക്കുന്നുണ്ട്. ബില്ല് കീറി. ബില്ല് കീറി. ഞാൻ ഒരു കാര്യവും സൂക്ഷിക്കല്ലേ. നേരെ പോണത്. ആദ്യം കാര്യം ചെയ്യും, വലിച്ചു പിടിക്ക്. കുറച്ചുകൂടി പിന്നിലേക്ക് പോ. കുറച്ചുകൂടെ പിന്നിലേക്കല്ല, നീ 3 അടി പിന്നിലേക്ക് ബാക്കിലേക്ക് പോ. 3 അടിയൊക്കെ ഞങ്ങൾ വാമന്നിട്ടാണോ? പുറയിലേക്ക് പോലെ എന്തോ സ്ഥലം അവിടെ. എടി പോത്തെ, ഇതിനകത്ത് ഈ മറ്റേ പച്ചക്കറിയുടെ സാധനങ്ങൾ ഇങ്ങനെ വെക്കുമ്പോ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റില്ല. അത് വിട്ടു വെക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ വരണ്ടേ? വെള്ളം നനയ്ക്കാനും വളമിടാനൊക്കെ വരണ്ടേ? അയ്യോ, അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി വെള്ളം നനയ്ക്കാനും വളമിടലൊക്കെ നടത്തണോ? അതെ, എന്നിട്ട് തലക്കൊന്നിട്ട് തരും. സർക്കാർ തരണ വിത്ത് ഈ ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്ന് അങ്ങ് പാവുക. എന്നിട്ട് നമ്മൾ താഴെ പോയിരുന്ന് അങ്ങ് പാട്ട് പാടുക. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് ഈ വിത്തങ്ങ് മുളയ്ക്കും. എന്നിട്ട് വെണ്ടക്കായും വഴുതനങ്ങയും തക്കാളിയൊക്കെ ആയി കഴിയുമ്പോൾ സർക്കാരിന്റെ അടുത്ത് എന്നിട്ട് സർക്കാരെ ഞങ്ങളുടെ പച്ചക്കറി കൃഷി എല്ലാം നന്നായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സബ്സിഡി താ എന്ന് പറയാം. അയ്യോ, ഏട്ടന്റെ പ്രസംഗം കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയി നോക്ക്. ആ കൃഷി ഓഫീസർ ഇപ്പൊ വരും. ഓ, അയാൾ പോരൂ? ആ, വരുമ്പോ ഇതൊക്കെ ചോദിക്കും. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഭാഗത്തായിട്ട് വെണ്ടയ്ക്ക നടാം, ഈ ഭാഗത്തായിട്ട് തക്കാളി നടാം. ആ മൂലയിൽ കൊണ്ടുപോയി ആ മൂലയിൽ നമുക്ക് പടവലങ്ങ വയ്ക്കാം. ആ മൂലയില് അതെ, പടവലങ്ങ താഴേക്കാ വളരണേ. അപ്പൊ ആ മൂലയിൽ ചെല്ലുമ്പോ അതങ്ങനെ ഇടിച്ചു നിൽക്കും. അപ്പൊ ഈ പടവലങ്ങ സബ്സിഡി ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ ഒരെണ്ണം കായ്ച്ചില്ലെങ്കിൽ സബ്സിഡി കിട്ടിയില്ലെങ്കിലോ? മൊത്തം 124 എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് ആർക്കും വേണ്ടാത്ത വിത്തൊക്കെ ഇല്ലേ, ഇതൊക്കെ പുറത്തേക്ക് കളയണം. നമുക്ക് എല്ലാം കൂടെ മാന്തി ചുരട്ടി കൊണ്ടുവന്ന് ഇവിടെ സപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ശരിയത്? അയ്യടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കളയണ ചക്കയില്ലേ, അത് അവര് നല്ല വറുത്ത് പാക്കറ്റിലാക്കി ഇങ്ങോട്ട് വിൽക്കുമ്പോ നമ്മൾ മേടിക്കൂലേ? അത് അവരുടെ മെടുക്ക്. അതുപോലെയൊക്കെ തന്നെയുള്ളൂ ഇതും. അല്ല, ഇനിയിപ്പോ കൃഷി ഓഫീസർ വരുമ്പോ അയാൾക്ക് വല്ലതും കൊടുക്കണം. എന്റെ കയ്യിലൊന്നുമില്ല. ഇതൊക്കെ കാഴ്ച കഴിയുമ്പോ ഒരു 10 പടവലങ്ങയും ഒരു 4-5 തക്കാളിയും ഒക്കെ കൂടി പൊതിഞ്ഞൊരു പൊതുക്കെട്ട് അങ്ങോട്ട് കൊടുക്കാം. ഓലക്ക കൊടുക്കും ഞാൻ. എന്തേ അതൊന്നും കൊടുക്കില്ല. അത് കൊടുക്കാതെ എടി, ഇതൊക്കെ മര്യാദക്ക് എങ്ങാനും ചെയ്ത് കഴിഞ്ഞാ എനിക്ക് സർക്കാരിന്റെ അവാർഡ് വരെ വടക കിട്ടും. എന്തായാലും ഏട്ടന് കിട്ടൂല. എന്താണ് ഇത് കുടുംബശ്രീക്കാരുടെ പദ്ധതിയാ. അപ്പൊ എനിക്ക് അവാർഡ് കിട്ടുള്ളൂ. ഞാനല്ലേ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കണത്. അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് അവാർഡ് കിട്ടുമ്പോ വേണമെങ്കിൽ ഏട്ടനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും അവാർഡ് മേടിക്കാൻ. നിനക്ക് അവാർഡിനൊക്കെ കിട്ടിയ ഇതൊന്നും കായ്ക്കൂല, ഒക്കെ മൊരടിച്ചു പോവും. അപ്പൊ എനിക്ക് അവാർഡ് കിട്ടണത് നിങ്ങൾക്ക് ഇഷ്ടല്ല. എടി, എനിക്ക് അവാർഡ് കിട്ടണ നിനക്ക് അവാർഡ് കിട്ടണ പോലെയല്ലേ? അതുപോലെ തന്നെ എനിക്ക് അവാർഡ് കിട്ടണത് എന്റെ ഏട്ടന് അവാർഡ് കിട്ടണ പോലെയല്ലേ? കളിക്കല്ലേ? പിന്നെ ഏട്ടൻ പിടിക്ക്. ഹലോ, ഇതാരാ വരണത്? ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങളിതിന് മോളുണ്ട്, ഇതിലേക്ക് വന്നാൽ മതി. അല്ല, അങ്ങോട്ട് കയറുന്നില്ല. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ സബ്സിഡി ഉള്ളു. അതെ, സബ്സിഡി അടുത്ത സാർ ഞങ്ങൾ അതായിരിക്കും നല്ലത്.
നമസ്കാരം സാറേ. നമസ്കാരം. എന്താ മോളില്? ഞങ്ങളേ ആ ഈ പച്ചക്കറി കൃഷി ഇപ്പൊ നമ്മള് മുകളിലാണ് ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന്റെ അളവും തൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. നന്നായി. അല്ല സാറിനിപ്പോ ഇരിക്കണില്ലല്ലോ? ചായ കുടിച്ച് കാണുമല്ലോ അല്ലേ? പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? നിയമങ്ങളൊന്നും അറിയില്ല സാറേ. ഇല്ല ഇല്ല. എന്നാ ഒരു ഗ്ലാസ് ചായ എടുത്തോ. അല്ല കുറച്ചൊക്കെ അറിയാം. അതെ. ചായയിൽ മധുരം ഇത്തിരി കുറച്ചെടുത്താൽ മതി. മനസ്സാറുണ്ടാവോ? ഒട്ടുമില്ല. മനസ്സാരില്ല, അതാണ്. അതെ. അപ്പൊ അത്ര ഇടങ്ങറായിട്ടപ്പൊ ഈ കൃഷി നടത്തുന്നത്. അപ്പൊ നിങ്ങള് ഇനി പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാളും. അതായത് കാർഷിക രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ നടത്താന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ സർക്കാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ മട്ടുപ്പാവിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ. ഒരു 50 കൊല്ലം കഴിയുമ്പോ ഒരു മനുഷ്യനും കായ് കൊടുത്ത് പച്ചക്കറി മേടിക്കേണ്ട വരില്ല. അപ്പൊ സാറേ ഈ ഇപ്പൊ മട്ടുപ്പാവുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പൊ അത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പാവങ്ങളായിട്ടുള്ള ആൾക്കാര്. അപ്പൊ അവർക്ക് മട്ടുപ്പാവ് ഉണ്ടാവില്ല. അപ്പൊ അവരെവിടെ കൃഷി ചെയ്യും? അവരോട് കൃഷി ചെയ്യണ്ടെന്ന് പറയോ? അങ്ങനെയുള്ള ആൾക്കാർ ഈ മട്ടുപ്പാവുള്ള ആൾക്കാരെ കായ് കൊടുത്ത് വാങ്ങട്ടെ. വാങ്ങാനല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഈ സ്ഥലവും ഇല്ല മട്ടുപാവും ഇല്ല ഒന്നും ഇല്ലാത്തവർക്ക് ഇപ്പൊ സർക്കാർ എന്താ കാട്ടുന്നത്? അവരേലും ഒന്നും ഇല്ല പറഞ്ഞ ഉള്ളവര് ചെയ്യട്ടെ, ഇല്ലാത്തൊരു മാനം നോക്കട്ടെ. അല്ല അപ്പൊ എന്താ നമ്മള് അങ്ങനത്തെ ഒരു കൃഷി നമുക്കിപ്പുണ്ടല്ലോ, അത് കളയാണ്ട് നോക്കിയാൽ മതി ഈ മട്ടുപാവ്. അപ്പൊ അല്ല ഈ നിലക്ക് ചായ ഒക്കെ കൊടുക്കാണ്ടാവുമ്പോ അപ്പൊ അല്ല ദൈവം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മളെപ്പോഴും മനസ്സിൽ കരുതണമല്ലോ. അതെ അതെ, ചായ ഇല്ലാണ്ട് തന്നെയാണ്, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ചോദിക്കണ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി തരണം. അത് തരാം. എപ്പോൾ, എങ്ങനെ, എന്തിന്? മനസ്സിലായില്ല. മനസ്സിലാവാൻ എന്താ സാറ് പറഞ്ഞത്? എങ്ങനെ, എപ്പോൾ, എന്തിന്? എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തിന്? അത് സാറ് പറയും. ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? നമ്മള് കൈക്കോട്ടായിട്ട് മണ്ണ് കൂട്ടുക, ചെറിയ ചെറിയ കൂനകളാക്കിയിട്ട് അതിൽ വിത്ത് നേടുക. മട്ടുപാവിന്റെ മുകളിൽ. അല്ല മട്ടുപാവിന്റെ മുകളിൽ പറ്റില്ല, മട്ടുപാവിന്റെ മുകളിൽ കൈക്കോട്ട് കേടും. അതല്ലേ നോക്കണ്ടേ? അവിടെ നിങ്ങൾ തരുന്ന തൈകളുണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുപോയി നിരത്തി വെക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പുഴുവൊക്കെ അരിച്ചിട്ട് അതിന്റെ ഇലയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് അവസാനം അത് ഒന്നും പറ്റാത്ത രീതിയിൽ നശിച്ചു വരുമ്പോ നമ്മൾ അതിന്റെ സബ്സിഡിക്ക് അപേക്ഷിക്കും. ഈ മറുപടി ഏതാണ്ട് തരക്കടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. എപ്പോൾ തുടങ്ങും? അതിപ്പോ ആദ്യത്തെ സബ്സിഡി കിട്ടിയ, ആദ്യത്തെ ഗഡു കിട്ടിയ അപ്പൊ തന്നെ ഞങ്ങൾ തുടങ്ങും. നിങ്ങൾ തന്നെ തൈകളൊക്കെ ഒന്നില്ലെങ്കിൽ മോളിൽ കൊണ്ട് വയ്ക്കും, അല്ലെങ്കിൽ എന്റെ വിറക് പേര ഉണ്ട് അവിടെ വയ്ക്കും. പിന്നെ ഈ മട്ടുപാവ് കൃഷിയോട് ഇത്രയും താല്പര്യം തോന്നാനുള്ള കാര്യം എന്താണ്? ഈ കൃഷിയോടുള്ള അമിതമായിട്ടുള്ള അഭിനിവേശമാണോ അതോ ഈ അധ്വാനിക്കാനുള്ള ഒരു ആവേശമാണോ? എന്റെ കോയ സാറേ, ഞങ്ങളുടെ ടെറസിന്റെ മുകളിൽ സ്ഥിരം പൂച്ച വെച്ച് കിടക്കുന്ന സ്ഥലമാണ്. അത് ശരി. പൂച്ചയുടെ പ്രസവം കഴിഞ്ഞ് പൂച്ചയുടെ മാറുമ്പോഴേക്കും ഇതിന്റെ അടുത്ത പട്ടി കയറും. ഇങ്ങനെ പട്ടിയും പൂച്ചയായിട്ട് വെച്ചെടുക്കുന്ന സ്ഥലമാണത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തൽക്കാലം അവരോട് നിങ്ങളതല്ല മാറുമെന്ന് പറഞ്ഞ് ഒഴിപ്പിച്ചതാ. അങ്ങനെയാണ് ഇപ്പൊ ഈ കൃഷി തുടങ്ങാൻ പോണത്. എന്നാ പിന്നെ ഞങ്ങൾക്ക് അവിടെ കൃഷിനേക്കാൾ നല്ലതൊരു വെറ്റിനറി ഹോസ്പിറ്റൽ തുടങ്ങാനല്ലത് പ്രസവം എടുക്കാൻ. എന്റെ സാറേ, സർക്കാർ കാശും തരും തൈയും തരും, അപ്പൊ പിന്നെ സാറായാലും കൃഷി തുടങ്ങൂല. പിന്നെ ഈ മഞ്ജു വാര്യരാണല്ലോ ഇതിന്റെ പരസ്യത്തിലൊക്കെ. അതുകൊണ്ട് അല്ല, മഞ്ജു വാര്യരെ എനിക്ക് ഇഷ്ടാ, അതുകൊണ്ട്. ശരി. അല്ലാതെ കൃഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഈ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വളം ഏതാണ്? അതിപ്പോ സാറേ, ഈ രാസവളം അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഈ അമോണിയയും ഫാക്ടം ഫോസ് ഒക്കെ ഉണ്ടല്ലോ, പറ്റിച്ചാൽ നമുക്ക് എൻഡോസൾഫാൻ കൂടെ അടിക്കാം. നന്നായിട്ട് സംഗതികൾ. പണ്ട് ഇവിടെ ഒരു വാഴ വെച്ചപ്പോ ഞങ്ങള് ചാരവും ചാണകവും ഒക്കെ ഇട്ട് വളർത്തിയതാ. എന്നിട്ട് കൊല വന്നപ്പോ ഒരുമാതിരി പോളിയോ പിടിച്ച പിള്ളേരെ പോലെ. വല്ല രാസവളം ഇട്ടിരുന്നെങ്കിൽ ഇത്ര നല്ല വണ്ണത്തിലുള്ള കായുണ്ടായാലേ. പക്ഷെ ഇപ്പൊ ഈ കാർഷിക മേഖലയിൽ ഇപ്പൊ നമുക്ക് ഈ ജാതി ഒന്നും പറ്റില്ല. ഇവിടെ രാസവളം പറ്റില്ല, ഇവിടെ ജൈവവളം ഉപയോഗിക്കണം. അതെ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവോ? എന്താ ഉണ്ടാവാണ്ട്? അങ്ങനെ ഉണ്ടാവും എന്നുള്ള പരിശോധന കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇതിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ. ചീഞ്ഞു പോകും സാറേ. വളം ഇടുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വളം ഇട്ട് കൊടുക്കരുത്, അപ്പൊ അത് കരിഞ്ഞു പോകും. അത് മിതമായ രീതിയിൽ ഉപയോഗിക്കും. അത് പഠിപ്പിക്കും, ക്ലാസ്സുകളുണ്ട്. അതിനൊക്കെ നിങ്ങൾ ഈ സബ്സിഡി മേടിക്കണവരൊക്കെ അതിനൊക്കെ അറ്റൻഡ് ചെയ്യണം. 14 ദിവസത്തെ ക്ലാസ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യണം. എന്നാലാണ് ഇപ്പൊ ഇതൊക്കെ തരലൊക്കെ. ഈ കഴിഞ്ഞ വർഷം പരിശോധിച്ച പച്ചക്കറി വിത്തുകളിൽ 26 എണ്ണം ഇനത്തില് ഈ വിഷാംശം ഉണ്ടായിരുന്നു. അതല്ലേ? എങ്ങനെ അറിയും സാറേ അത്? അതിന് ഈ നമ്മുടെ വെള്ളായണി കാർഷിക സർവകലാശാലയില് നമ്മുടെ പരിശോധന നടക്കുമല്ലോ, ഇതിന്റെ വിഷാംശ പരിശോധനകൾ നടക്കും. അങ്ങനെ അവിടുന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് അത്.
ഈ പച്ചമാങ്ങക്കും കുമ്പളങ്ങക്കും മാത്രം വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഈ രാസവളം ഉപയോഗിക്കരുത്. കീടനാശിനി തെളിക്കാനും പാടില്ല. ഇവിടെ ചാണകം ഉണ്ടോ? ഇവിടെ പശു ഇല്ലല്ലോ. ശരി. പിണ്ണാക്കുണ്ടോ ഇവിടെ? പശുല്ലാതെ പിന്നെ എന്തിനാ പിണ്ണാക്ക് മേടിച്ചു വെക്കണേ? അല്ല, ഈ മരോട്ടി പിണ്ണാക്കേ. ആരോടാ പറയുന്നത്? പിന്നെ ഈ ജൈവവളങ്ങളൊക്കെ ഈ ഓരോ കടകളിൽ നിന്ന് കിട്ടും, പാക്കറ്റായിട്ട് കിട്ടും. അപ്പൊ അത് മേടിക്കണ കട ഏതാന്ന് വെച്ചാ അവിടുത്തെ ബില്ല് സഹിതം അടുത്ത പ്രാവശ്യം സബ്സിഡിക്ക് അപേക്ഷിക്കാൻ വരുമ്പോ നിങ്ങൾ അത് അവിടെ സബ്മിറ്റ് ചെയ്യണം. സൂക്ഷിക്കണം. അവിടെ കൊടുത്ത പൈസ കൂടി കിട്ടും. ഇതിന്റെ അതിനനുസരിച്ചാണ് അതൊക്കെ തരുന്നത്. പൈസ നിങ്ങൾക്ക് എത്ര ചെലവ് വന്നു, ഇതിന് വളത്തിന് എത്ര വന്നു, അതൊക്കെ കണക്കനുസരിച്ചിട്ടാണ്. പിന്നെ നിങ്ങളുടെ മട്ടുപ്പാവ് വലിയ തരക്കടില്ല. അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. നല്ല വെളിച്ചം കിട്ടും. അത് കിട്ടും. ഇപ്പൊ നന്നായിട്ട് നോക്കണം. അതിനുള്ളൊരു മനസ്സാണ് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നന്നാവും. അപ്പൊ എന്നാ ശരി, എനിക്കിവിടെ ഒരു 10-18 കുടുംബങ്ങളും കൂടി ഇതേമാതിരി കയറി നോക്കാനുണ്ട്. അല്ല, അതിപ്പോ നമ്മൾ ഈ മൊത്തം അന്വേഷിച്ചിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു 7 കുടുംബങ്ങൾക്കാണ് ഇപ്പൊ ഈ സബ്സിഡി കൊടുക്കണേ. അല്ല, ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല മട്ടുപ്പാവുകളുള്ള സ്ഥലം അത് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. അത് ഞാനാണ് തീരുമാനിക്കണം. ഞാൻ പോയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന വീടുകൾക്കാണ് അത് കൊടുക്കണേ. ഞങ്ങളുടെ വീട് സാധനം സെലക്ട് അത് സെലക്ട് ചെയ്യണോ? ചെയ്യാൻ നോക്കട്ടെ. അതിപ്പോ നിങ്ങൾക്ക് ഒരു ക്ലാസ് ചായക്കും കൂടി വകയില്ലാത്ത ആൾക്കാർ. അതെ, ചായ വേണ്ടിട്ടല്ല. ചായ കുടിച്ചു കൊണ്ടുവന്നു. പക്ഷെ അല്ല, അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ ഈ ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ വകയില്ലാത്ത ആൾക്കാർ ഇനിയിപ്പോ എങ്ങനെ ഈ കൃഷി നടത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചായക്ക് വേണ്ടിട്ടല്ല. അപ്പൊ എല്ലാ വീട്ടിലും കയറി ചായ കുടിച്ച എന്റെ സ്ഥിതി എന്താ? ചായ വേണ്ട. അപ്പൊ ചായയുടെ കാശാച്ചാ പിന്നെയും തിരക്കടില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ തെങ്ങിന് വളമൊന്നും ഇടലില്ല, ഒന്നും ഇല്ലല്ലോ. ഇതെന്താ പേര് ഒളിച്ചു കളിക്കുക? അതിപ്പോ സാറേ, എന്റെ നിങ്ങളുടെ കയ്യിൽ ഇവിടെ പൈസ ഒന്നും ഇരിക്കുന്നില്ല, അതാണ്. ഇന്ത്യയിലൊന്നുമില്ല കേട്ടോ. അല്ല, സാറ് തരണമെന്നല്ല. ഇതിപ്പോ എന്താ വെച്ചാല് ഞാൻ ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ഒരു 101 ഉറുപ്യ സാറിന് തരുന്ന ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സബ്സിഡി ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് ഈ 101 കഴിച്ചിട്ട് ബാക്കി പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി. 101 ഉറുപ്യ സാറ് നിങ്ങൾക്ക് സബ്സിഡി ഞാൻ ശരിയാക്കി തരുമ്പോ അതിന് 101 ഞാൻ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് അല്ലേ? അതെ അതെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളുടെ മട്ടുപാവ് ഞാൻ ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല മട്ടുപാവ്, നല്ല അസല മട്ടുപാവാണ് നിങ്ങളെ. മട്ടുപാവ് ഞാൻ കണ്ടിട്ടില്ല. എന്നാ ശരി. വേണ്ട പോലെ എഴുതണം. പിന്നെ അത് എഴുതാണ്ടിരിക്കില്ല. ആദ്യത്തെ പേരേ സത്യശീലൻ എന്നുള്ള പേര്. അതെ അതെ, നല്ല സത്യശീലൻ തന്നെ. ഈ സുഗതൻ എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയെന്ന് അറിയോ? കൃഷി ഓഫീസിലെ സാറല്ലേ? അതെ അതെ അതെ. ഈ സുഗതന്റെ വീട്? സുഗതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3-4 സൂതനുണ്ട്. തട്ടടി സൂതൻ, പെയിന്റർ പണിക്ക് പോണ സൂതൻ, പിന്നെ ഒരു ചാണ സൂതൻ. ഏത് സൂതനാന്നറിയോ സാറിന്? അത് ഈ ചാണക സൂഗതന്റെ വീട് എവിടെയാണ്? അത് നമ്മുടെ ആളല്ലേ. അതില്ല, അങ്ങോട്ട് ചെന്നിട്ടേ വടക്കോട്ട് തിരിയുമ്പോ നല്ല ചാണകത്തിന്റെ മണമടിക്കും. അവിടെ നിർത്തിയാൽ മതി. പുള്ളിയുടെ വീട് അവിടെയാണ്. സാറേ, ഈ എനന്തിരിഞ്ഞ കോഴിക്ക് സബ്സിഡി ഉണ്ടാവുമോ? കോഴിക്ക് സബ്സിഡി ഉണ്ടാവൂല. അതിന്റെ ഉടമസ്ഥന് സബ്സിഡി കിട്ടും. ഒരു 10-2000 എണ്ണൊക്കെ വേണം മിനിമം. 2000 എന്റെ അടുത്ത് ഉണ്ടാവൂല. സാർ, ഈ കൂമ്പടേണ വാഴക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് മണ്ട വെട്ടിയിട്ട് എരുമച്ചാണം പൊത്തിയാ മതി. വാഴയുടെ അല്ല, തന്റെ. ഒരു ഓഫീസറാണ്. അപ്പൊ മേത്തോട്ട് തരണ്ടേ? പാലട്ടാ, രോഹിണിയെക്കാട്ടെ കാണാനൊക്കെ ഉഷാറ് പൽപ്പിനിയാട്ടാ. പക്ഷേ പാല് കൂടുതൽ കിട്ടണ രോഹിണി എന്നാണ്. അവള് നന്നായി തിന്നു, ഇവള് തിന്നില്ല. നന്നായി തിന്നാൻ കൊടുത്താൽ ഇത് ഇങ്ങോട്ട് കൂട്ട്. ഹലോ. ഇല്ല, അത് സബ്സിഡി തരണമെങ്കിൽ നിങ്ങൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ജൈവവളം ഉപയോഗിക്കണോ? അതിൽ എനിക്കൊരു 5-6 മട്ടുപാവങ്ങളും കൂടി സന്ദർശിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരും. ശരി. അങ്ങനെ ആവട്ടെ. സാറേ, അവിടെ വീഴണ്ട, അവിടെ വഴുക്ക് വീഴണ്ട. സാറേ, ആരാ? എന്താ വേണ്ട?
ഇതെങ്ങനെയാണോ തന്റെ അയൽപക്കത്തെ ആൾക്കാർ ഇവിടെ താമസിക്കണത്? നാറിയിട്ട് നിൽക്കാൻ പറ്റണല്ലോ ഇവിടെ. ആരാ തന്നോട് ഇവിടെ ഇങ്ങനെ ചാണകിടാൻ പറഞ്ഞത്? ഞാനിട്ടതല്ല ചാണകം, എന്റെ പയ്യ. താനല്ല ഇവിടെ ഇങ്ങനെ ചാണകം ഇങ്ങനെ സംഭരിക്കാനുള്ള അനുമതി ആരാ തന്നത് എനിക്ക്? എന്റെ സുനന്ദി, രാഗിണി, പൽപ്പിനിയൊക്കെ തരണത് ഞാനല്ലാണ്ട് പിന്നെ ആരാ സംഭരിക്കുക? ഇത്തരത്തിൽ ഇങ്ങനെ ചാണകം സംഭരിക്കാൻ തനിക്ക് ആരാണ് ഈ ലൈസൻസ് തന്നത്? അല്ല, ഇതൊക്കെ ചോദിക്കപ്പോ സാറാരാ? ചാണക കൺട്രോളിംഗ് ഓഫീസറോ? ഞാൻ അഗ്രികൾച്ചർ ഓഫീസിൽ നിന്നാണ്. ഇങ്ങനെ അന്യാധീനമായിട്ട് ഇങ്ങനെ ഈ ജൈവ വസ്തുക്കൾ സംഭരിക്കുന്നതിനെതിരായിട്ട് സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. വളരെ ഉപകാരം സാറേ. അപ്പൊ ഈ ചാണകമൊക്കെ സർക്കാർ കൊണ്ടേക്കോളൂല്ലേ? ബാല, ഇനി കൂട്ടിയിടണ്ട. ചാണക ഓഫീസിൽ നിന്നാ സാറ് വന്നേക്കണം, അവര് കൊണ്ടേക്കോളൂ. ഒക്കെ കൊണ്ടേക്കോളൂ സാർ. ഇതാക്കി തരണം. എടോ, താൻ ഇത് ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കാനുള്ള പരിപാടിയല്ലേ? എന്താ ഈ സാറ് പറയണത്? ഉണക്കി പൊടിച്ച് പോക്കറ്റിലാക്കി വിൽക്കാൻ എന്താ അരിയും ഗോതമ്പാ? എടോ, എന്റെ മേലാഫീസർ വന്ന് നടപടി എടുത്താല് നിങ്ങളൊക്കെ ചാണാക്കുഴിയിലാവും. അതിന് മുമ്പ് ഇതൊക്കെ കെട്ടിപ്പറക്കി വല്ല കടലിലും കൊണ്ടുപോയി താഴ്ത്ത്. എന്നിട്ട് വേണം കായലും കടലൊക്കെ മലിനപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് അതിന്റെ ആൾക്കാർ വന്ന് എന്റെ നെഞ്ഞത്ത് കയറാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ഈ വെയിലും കൊണ്ട് ഈ മണവും സഹിച്ച് തന്റെ വീടിന്റെ ഉമ്മറം വരെ എത്തിയപ്പോ താൻ എന്നെ മര്യാദ ഇല്ലാണ്ട് പെരുമാറാനോട്. വലട്ടോ, നമ്മുടെ ചാണകം എടുക്കാൻ വന്ന ഓഫീസറോട് നമ്മൾ മര്യാദ കാണിക്കണമെന്ന്. എടോ, റേഷൻ കടയിൽ അനധികൃതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന് അവര് കൊടുത്തെന്താ അറിയോ? 10,000 ഉറുപ്യ. സ്വർണ്ണക്കടയിൽ ചെന്ന് ഇതേമാതിരി ചെക്കിങ്ങിന് ചെന്ന ഉദ്യോഗസ്ഥന് അവര് കൊടുത്ത് 10 പവൻ. ആ ഒരു കാര്യം മനസ്സിലാക്കണോ? എടോ, ഇന്ത്യ എന്ന് പറയണത് ഒരു കാർഷിക രാജ്യമാണ്. അതെ. അവിടെ 70% തന്നെ പോലുള്ള കർഷകരാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ട? ഇതൊക്കെ നിർത്തിയിട്ട് ഇന്ത്യ വിട്ടു പോകണം? പോവണ്ട, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എടോ, മൂന്നാംകിട രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം എത്രയെന്ന് തനിക്കറിയോ? ഇല്ല. പ്രതിശീർഷ വരുമാനം എത്രയെന്ന് അറിയോ? അതൊന്നും എനിക്കറിയില്ല സാർ. എങ്ങനെ അറിയണ? ഈ ചാണത്തിന്റെ ഇടയിലല്ലേ കിടക്കണത്? പക്ഷെ സാറേ, ഒരു മൂന്നാംകിട രാജ്യമായ ഇന്ത്യയിലെ 4ാംകിട സർക്കാർ ഉദ്യോഗസ്ഥനായ സാർക്ക് ഒരു കർഷകനായ ഞാൻ എന്താണ് തരേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ തരും. അതേ വേണ്ടോ, ഞാൻ വേറെ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടില്ല. അത് മതി. അല്ല, അത് അതിനപ്പുറത്തല്ല ഞാൻ ചോദിച്ചു. സാറേ, കൊണ്ടേക്കും ചാണകോ? ഇവിടെയുള്ള വരുമാനം എന്താ? ഇത് സാർക്കുള്ളതാണ്. ന്യായം മായം.